വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിൽ കാന്തികത എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കാന്തികത. അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ടെലഗ്രാം ചാനലിൽ ജോയിൻ ആവാത്തവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. യൂട്യൂബിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൻ്റെ റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെലഗ്രാം ചാനലിലാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് കമൻറ്റ് നോക്കിയിട്ട് ആ ഒരു ലിങ്ക് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് എക്സാം വോയേജ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താലും നമ്മുടെ ചാനലിലേക്ക് അതുവഴിയും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ചാപ്റ്ററിലേക്ക് വരാലോ. കാന്തികത. ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു ട്രെയിനിൻ്റെ ഇമേജാണ് തന്നിട്ടുള്ളത്. ഇത് മാക്ലവ് ട്രെയിനുകളാണ്. മാക്ലവ് ട്രെയിനുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ചെറിയ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സ്വാഭാവിക കാന്തങ്ങൾ എന്താണ്, കൃത്രിമ കാന്തങ്ങൾ എന്താണ്, ഇത് ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്വാഭാവിക കാന്തങ്ങൾ എന്താണ്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ മാഗ്നറ്റ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ, അതായത് ലോഡ് സ്റ്റോൺ പോലെയുള്ളവ. അപ്പോൾ ലോഡ് സ്റ്റോൺ എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. പദാർത്ഥങ്ങളുടെ കാന്തിക ഗുണങ്ങളെക്കുറിച്ച് പുരാതന കാലം മുതലേ അറിയാമായിരുന്നു. 800 BCയിൽ മഗ്നീഷ്യ എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ഒരു ധാതുവിന് അത്ഭുതകരമായിട്ടുള്ള സ്വഭാവമുള്ളതായി മനസ്സിലാക്കി. ഇരുമ്പ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ അവയ്ക്ക് കഴിഞ്ഞിരുന്നു. ഈ സ്വഭാവം പരിഗണിച്ച് ഈ ധാതുവിന് മാഗ്നറ്റൈറ്റ് എന്ന് നാമം കൊടുത്തു. അപ്പോൾ ഇരുമ്പ് കഷ്ണങ്ങളെ ആകർഷിക്കാനുള്ള അവയുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ധാതുവിന് മാഗ്നറ്റൈറ്റ് എന്ന് പേര് കൊടുത്തത്. ഇവയുടെ കഷ്ണങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അവ ഒരു പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നുവെന്നും മനസ്സിലാക്കി. ഈ ഗുണവിശേഷം, ഏത് ഗുണവിശേഷം? പ്രത്യേക ദിശ സൂചിപ്പിക്കാനുള്ള ഈ കഷ്ണങ്ങൾ, അതായത് മാഗ്നറ്റിൻ്റെ ആ ഒരു സവിശേഷ ഗുണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിന് ലീഡിംഗ് സ്റ്റോൺ എന്നുകൂടി പേര് കൊടുത്തിട്ടുണ്ട്. ലീഡിംഗ് സ്റ്റോൺ, ലോഡ് സ്റ്റോണിനെ തന്നെയാണ് ലീഡിംഗ് സ്റ്റോൺ എന്നും അറിയപ്പെടുന്നത്. പ്രകൃതിയിലെ കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ. ക്ലിയർ ആയല്ലോ. ഇന്നിപ്പോൾ സർവ്വസാധാരണമായി കൃത്രിമ കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പല പല ആവശ്യങ്ങൾക്ക്, നമുക്ക് കളിപ്പാട്ടങ്ങൾ, അതുപോലെ മിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്രിമ കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്രിമ കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അൽനിക്കോ പോലെയുള്ള പദാർത്ഥങ്ങളാണ്. അൽനിക്കോ മാത്രമല്ല, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അൽനിക്കോ കൂടാതെ എന്താണ്, നിയോഡിമിയം, സമേറിയം, ഇത്തരത്തിലുള്ള ലോഹ സങ്കരങ്ങളെല്ലാം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആകൃതിയുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ചില കാന്തങ്ങൾ ഇവിടെ തന്നിരിക്കുകയാണ്. അതായത് നമുക്കറിയാലോ, കാന്തത്തിൻ്റെ ആകൃതി അനുസരിച്ചാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ പേരെന്താ? നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതല്ലേ ചെറിയ ക്ലാസ്സിൽ. ബാർ മാഗ്നറ്റ്. രണ്ടാമത്തേത് കാന്തസൂചിയാണ്. മൂന്നാമത്തേത് യു മാഗ്നറ്റ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് റിംഗ് മാഗ്നറ്റ് ആണ് അല്ലേ. റിംഗ് മാഗ്നറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ എഴുതുന്നത്? ഇതിലിങ്ങനെ എഴുതാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് വണ് ഡിസ്ക് മാഗ്നറ്റ് ആണേ. ഡിസ്ക് മാഗ്നറ്റ്. അപ്പോൾ മാഗ്നറ്റുകളുടെ ആകൃതി അനുസരിച്ചാണ് അവയ്ക്ക് പേര് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബാർ മാഗ്നറ്റ്, കാന്തസൂചി, യു മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ, അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു നൂലിൽ തൂക്കിയിട്ടാലും മതി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ അതെപ്പോഴും ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. കാന്തം ദിശാസൂചക സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് കേട്ടോ. എപ്പോഴും എന്താണ്? ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിലാണ് സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അതിൻ്റെ ദിശ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിലായിരിക്കും. ഈ കാന്തത്തിന് ഇങ്ങനെ ദിശാസൂചക സ്വഭാവം ഉള്ളത് കൊണ്ടാണ് സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും എന്ത് ചെയ്യുന്നത്? തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത്. അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത പേജിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം കാന്തത്തിന്റെ ഉത്തരധ്രുവം. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കാന്തത്തിന്റെ ഉത്തരധ്രുവമാണ്, നോർത്ത് പോളാണ്. അതുപോലെ രണ്ടാമത്തെ അഗ്രം ദക്ഷിണ ധ്രുവവുമാണ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം.
അടുത്തൊരു ഭാഗത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറും. ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. കാന്തത്തെ സംബന്ധിച്ചിടത്തോളം സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അറിയാലോ, ലൈക്ക് പോൾസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഓക്കെ, അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും. അപ്പോൾ ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുകയും ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. കാന്തത്തെ സംബന്ധിച്ച് സജാതീയ ഒരുപോലെയുള്ള അതാണ് ലൈക്ക് പോൾസ്. ഒരുപോലെയുള്ള ധ്രുവങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? വികർഷിക്കും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. വിജാതീയ ധ്രുവങ്ങൾ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇവിടെ ചക്രങ്ങളില്ലാതെ ഘർഷണമില്ലാതെ മാഗ്ലവ് ട്രെയിനുകൾ സഞ്ചരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മാഗ്ലവ് ട്രെയിനുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ചക്രങ്ങളില്ലാതെ ഘർഷണമില്ലാതെ മാഗ്ലവ് ട്രെയിനുകൾ ചലിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. മാഗ്ലവ് ട്രെയിനുകൾ റെയിൽ പാളത്തിലൂടെ പാഞ്ഞു പോകുന്ന തീവണ്ടികൾ കണ്ടു നിൽക്കാൻ നമുക്ക് കൗതുകമുണ്ടാവും. പാളങ്ങളിലൂടെ അതിവേഗം ഉരുണ്ടുപോകുന്ന ലോഹചക്രങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം ചിലപ്പോൾ അരോചകമായി തോന്നും, അല്ലേ? ട്രെയിനൊക്കെ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സൗണ്ടാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ മാഗ്ലവ് ട്രെയിനുകൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് നോക്കാം. നോക്കിക്കേ, ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളാണ് മാഗ്ലവ് ട്രെയിനുകൾ. കേട്ടോ, മാഗ്ലവ് ട്രെയിനുകൾ എന്ന് പറയുന്നത് എന്താണ്? ചക്രങ്ങളില്ല, അങ്ങനത്തെ ട്രെയിനിന് ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളാണ് മാഗ്ലവ് ട്രെയിനുകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മാഗ്ലവ് ട്രെയിനുകളെ തന്നെയാണ് എന്ത് പറയുക? മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ എന്നും പറയുന്നത്. ട്രെയിനിൻ്റെ അടിവശത്തുള്ള വൈദ്യുത കാന്തങ്ങളുടെ കാന്തിക പ്രഭാവവും പാളങ്ങളിലെ ക്രമീകരണങ്ങൾ മൂലം ഉണ്ടാവുന്ന കാന്തിക പ്രഭാവവും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ മൂലം ട്രെയിൻ പാളങ്ങളിൽ തൊടാതെ അവയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുകയും കാന്തശക്തിയാൽ തന്നെ അതിവേഗം മുന്നോട്ട് കുതിച്ചു പായുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇതിനുള്ളത്. നോക്കി, വളരെ ഒരു കൗതുകമുള്ള ഒരു കാര്യം പറയുന്നത്, അല്ലേ? ട്രെയിനിൻ്റെ അടിവശത്തുള്ള വൈദ്യുത കാന്തങ്ങളുടെ കാന്തിക പ്രഭാവവും പാളങ്ങളിലെ ക്രമീകരണങ്ങൾ മൂലമുണ്ടാകുന്ന കാന്തിക പ്രഭാവവും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ മൂലം ട്രെയിൻ പാളങ്ങളിൽ തൊടാതെ അവയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുകയും കാന്തശക്തിയാൽ തന്നെ അതിവേഗം മുന്നോട്ട് കുതിച്ചു പായുകയും ചെയ്യുന്ന സംവിധാനമാണ് ഈ മാഗ്ലവ് ട്രെയിനുകളിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ ട്രെയിൻ ഇങ്ങനെ ആ പാളത്തിൽ തൊടാതെ പാസ് ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെ മേന്മകളാണ് ഉണ്ടാവുക? ഘർഷണം കുറയില്ലേ? നമ്മൾ ഓൾറെഡി ഘർഷണത്തിന് ചാപ്റ്റർ ഏതോ ഗുരുത്വാകർഷണം ആ ഒരു ചാപ്റ്ററിൽ മറ്റോ ഘർഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ചാപ്റ്ററാന്ന് ഞാൻ വിട്ടുപോയി. ഓക്കെ, നോക്കിക്കേ, പാളങ്ങളും ട്രെയിനും തമ്മിൽ തൊടാതെ തന്നെ ചലനം സംഭവിക്കുന്നതിനാൽ ഘർഷണം മൂലമുള്ള ഊർജ നഷ്ടവും ശബ്ദമലിനീകരണവും ഗണ്യമായി കുറയ്ക്കാൻ ഈ സംവിധാനത്തിന് കഴിയുന്നു. അധികം തേയ്മാനം കൂടാതെ ആയാസരഹിതമായും നിശബ്ദമായും വേഗത്തിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളാണിവ. പാളങ്ങളും ട്രെയിനുകളും തമ്മിൽ തൊടാതെ തന്നെ ചലനം സംഭവിക്കുന്നതുകൊണ്ട് ഘർഷണം കുറവാണ്, ഊർജ്ജ നഷ്ടമില്ല, ശബ്ദ മലിനീകരണമില്ല, അതുപോലെ യാത്രാ സുഖം ഉണ്ടായിരിക്കും, തേയ്മാനമൊക്കെ വളരെ കുറവാണ്, അതുപോലെ നിശബ്ദമായിട്ട് വളരെ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഇത്തരം ട്രെയിനുകളിൽ സാധിക്കും, അല്ലേ? കണ്ടോ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്? പിക്ചർ എന്ന് കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് കാന്തിക കോമ്പസ് എന്താണെന്ന് നോക്കാം. കാന്തിക കോമ്പസ് നമുക്കറിയാം, കാന്തത്തിൻ്റെ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ കാന്തിക കോമ്പസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. നോക്കിക്കേ, ഒരു അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്തസൂചിയാണ് കോമ്പസ്. ഇവിടെ ചിത്രം കണ്ടോ നിങ്ങൾ? ഇതാണ് കാന്തിക കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഒരു അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒരു കേസാണ്. കണ്ടോ, അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒരു കേസ്, അതിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധത്തിൽ ക്രമീകരിച്ചിട്ടുള്ള കാന്തസൂചി. ചെറിയൊരു സെറ്റിങ്സ് ആണ് ഇതിനുള്ളത്, അല്ലേ? അപ്പോൾ ഈ നിരപ്പായ പ്രതലത്തിൽ എന്നിട്ട് ഇതിനെ ഒന്ന് കൊണ്ടുവച്ചാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതേ കാന്തസൂചി വേഗത്തിൽ നിശ്ചലമാവുകയും അത് തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളുകയും ചെയ്യും. അങ്ങനെ ദിക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉപകരണം പ്രയോജനപ്പെടുത്താം. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി വായിക്കണോ? അലുമിനിയത്തിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്തസൂചിയാണ് കോമ്പസ്. അപ്പം നിരപ്പായ ഒരു പ്രതലത്തിൽ കൊണ്ടുപോയി ഇതിനെ പ്ലേസ് ചെയ്താൽ അതിലെ കാന്തസൂചി വേഗത്തിൽ നിശ്ചലമാവുകയും ഏത് ഡയറക്ഷനിലാണ്? ഡയറക്ഷൻ എപ്പോഴും ഏതാണ്? തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളുകയും ചെയ്യും. അങ്ങനെ ദിശ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉപകരണത്തിനെ ഉപയോഗിക്കാം. ക്ലിയർ ആയല്ലോ?
ഇനി അടുത്തൊരു ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് വായിക്കുമ്പോൾ ഡൗട്ട് കുറയും എന്നുള്ളത്. അതായത് നമ്മൾ വായിച്ചിരുന്ന പോയിന്റ് എന്തായിരുന്നു? വായിച്ചിരുന്ന പോയിന്റ് ഇതാണ്: സ്വതന്ത്രമായിട്ട് ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് എപ്പോഴും ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിൽ നിലനിൽക്കും നിൽക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ്, സ്വതന്ത്രമായി ചലിക്കുന്ന ബാർകാന്തം എപ്പോഴും വടക്ക് ദിശയിലാണ് നിൽക്കുന്നതെന്നും ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം കാന്തത്തിന്റെ ഉത്തര ധ്രുവവും രണ്ടാമത്തെ അഗ്രം ദക്ഷിണ ധ്രുവവുമാണ് എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന്. ഈ പോയിന്റാണ്: ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം കാന്തത്തിന്റെ ഉത്തര ധ്രുവവും രണ്ടാമത്തെ അഗ്രം ദക്ഷിണ ധ്രുവവുമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. നോക്കിക്കോളൂ. ഭൂമി ഒരു കാന്തം. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു. കണ്ടോ, ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു. ഇത് ആദ്യം മനസ്സിലാക്കിയത് വില്യം ഗിബർട്ട് ആണ്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, നമുക്കായിരിക്കും ചിലപ്പോൾ അതിനുള്ള യോഗം. അപ്പം PYQ അല്ല, ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. എന്താണ്, ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു. ഇത് ആദ്യം മനസ്സിലാക്കിയത് വില്യം ഗിബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ്. ഭൂമിക്ക് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തെക്കും വടക്കും ഉണ്ട്. പോയിന്റ് മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഭൂമിക്ക് ജോഗ്രഫിക്കലി നമ്മൾ ഡയറക്ഷൻ പറയും അല്ലേ. അപ്പം അങ്ങനെ ഭൂമിക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് തെക്കും വടക്കും ഡയറക്ഷൻ ഉണ്ട്. ഇനി ഭൂമിയെ ഒരു കാന്തമായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ അതിനും എന്തുണ്ടായിരിക്കും? തെക്കും വടക്കും ധ്രുവങ്ങളുണ്ടായിരിക്കും. മനസ്സിലായോ? ഭൂമിയെ ഒരു വലിയ കാന്തമായി പരിഗണിക്കുമ്പോൾ അതിനും തെക്കും വടക്ക് ധ്രുവങ്ങളുണ്ടായിരിക്കും. കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്, ഒന്ന് തെക്ക് നോർത്ത് പോള്, ഒന്ന് സൗത്ത് പോളാന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ഭൂമിയെ നമ്മൾ ജോഗ്രഫിക്കലി കൺസിഡർ ചെയ്യുമ്പം അതിനും എന്തുണ്ട്? നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ ഡയറക്ഷനും ഉണ്ട്. ക്ലിയർ ആയോ? ഈ 2 പോയിന്റ്സ് ഇപ്പം പറഞ്ഞ 2 പോയിന്റ്സ് ആണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം. ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിന്റെ ദക്ഷിണ ധ്രുവം ഭൂമിയുടെ ജോഗ്രഫിക്കലി ഉള്ള ഉത്തര ധ്രുവത്തിനടുത്തും, അതുപോലെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഉത്തര ധ്രുവം, ഭൂമിയെ ഒരു കാന്തമായിട്ട് പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഉത്തര ധ്രുവം നോർത്ത് പോള് ഭൂമിയുടെ ജോഗ്രഫിക്കലി ഉള്ള സൗത്ത് പോളിനടുത്തുമാണ് തിരിഞ്ഞു നിൽക്കുക. മനസ്സിലായോ? പറഞ്ഞാൽ എന്താന്ന്? ഭൂമിയെ ഒരു കാന്തമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ ആ കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം, അതായത് ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം എന്ന് പറഞ്ഞാൽ സൗത്ത് പോള്. ഈ സൗത്ത് പോള് ജോഗ്രഫിക്കലി ഉള്ള ഭൂമിയുടെ നോർത്ത് പോളിനടുത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുക. അതുപോലെ തന്നെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ ഈ കാന്തത്തിൻ്റെ നോർത്ത് പോള് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സൗത്ത് പോളിനടുത്തേക്കുമാണ് തിരിഞ്ഞിരിക്കുക. ക്ലിയർ ആയോ? നൂലിൽ തൂക്കിയിട്ട ബാർ കാന്തത്തിന്റെ ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും തിരിഞ്ഞു നിൽക്കുക. അതുപോലെ ബാർ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണെങ്കിലോ എന്താണ്, ഭൂമിയുടെ ഉത്തര ധ്രുവത്തിലേക്കായിരിക്കും തിരിഞ്ഞു നിൽക്കുക. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ഏരിയയിലോട്ട് നമുക്ക് പോവാം. കാന്തവൽക്കരണം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ ആണ് കേട്ടോ. മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അതും കൂടി എഴുതി വെച്ചേക്കാം. ഇനി ചോദ്യ പേപ്പറിൽ നമുക്ക് മാഗ്നറ്റൈസേഷൻ ആണെങ്കിൽ അങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് അറിയാതെ പോകരുത്. മാഗ്നറ്റൈസേഷൻ ആണ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ കാന്തവൽക്കരണത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. കാന്തവൽക്കരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കാന്തിക സ്വഭാവം നേടിയെടുക്കുന്നതിനെയാണ് കാന്തവൽക്കരണം എന്ന് പറയുന്നത്. കാന്തിക സ്വഭാവം നേടിയെടുക്കുന്നതിനെയാണ് കാന്തവൽക്കരണം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ AB എന്ന ഹാക്സോ ബ്ലേഡ് മേശപ്പുറത്ത് വെക്കുക. NS എന്ന ബാർ കാന്തം എടുത്ത് അതിൻ്റെ N ധ്രുവം ബ്ലേഡിൻ്റെ A എന്ന അഗ്രത്തിൽ നിന്ന് ചിത്രം 11.5 കാണിച്ചിരിക്കുന്ന ദിശയിൽ ഉരസുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ, ആ ചിത്രം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ചിത്രം. കണ്ടോ? ഒരു ആക്സോ ബ്ലേഡ്. ആ ആക്സോ ബ്ലേഡിൻ്റെ രണ്ട് അഗ്രങ്ങൾക്ക് നമ്മൾ A എന്നും B എന്നും പേര് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? അതൊരു ടേബിളിൽ വെച്ചിരിക്കുകയാണ്. ടേബിളിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് NS എന്ന ബാർ കാന്തം, ഇതാണ് ആ പറഞ്ഞ ബാർ കാന്തം. ഓക്കെ, ഈ ബാർ കാന്തം, ബാർ മാഗ്നറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ ബാർ മാഗ്നറ്റ് എടുത്തിട്ട് അതിൻ്റെ N ധ്രുവം അല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്?
അല്ലേ? എൻ ധ്രുവമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ എൻ ധ്രുവം ബ്ലേഡിൻ്റെ എ എന്ന അഗ്രത്ത് കാണിച്ചിരിക്കുന്ന ദിശയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉരസാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ അഗ്രങ്ങൾ മാറിപ്പോവാതെ പല തവണ ഈ ഒരു സംഭവം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ഇങ്ങനെ ഉരസിക്കൊണ്ടേയിരിക്കുക. ആക്സോ ബ്ലേഡിന് മേളിൽ എൻ സൈഡ് കൊണ്ട്, ബാർ മാഗ്നറ്റിൻ്റെ എൻ സൈഡ് കൊണ്ട് തുടർന്ന് ഉരസിക്കൊണ്ടേയിരിക്കുക. എന്താണ് സംഭവിക്കുക? അപ്പോൾ എ എന്ന അഗ്രം ഉത്തര ധ്രുവവും ബി എന്ന അഗ്രം ദക്ഷിണ ധ്രുവവുമായിട്ടുള്ള ഒരു കാന്തമായിട്ട് ഈ ആക്സോ ബ്ലേഡ് മാറും. മനസ്സിലായോ? എ എന്ന അഗ്രം എന്താണ്? ഉത്തര ധ്രുവം എന്ന് പറയുമ്പം നോർത്ത് പോൾ, ഉത്തര ധ്രുവവും, പിന്നെ ബി എന്ന സൈഡ് എന്താണ്? ബി എന്ന അഗ്രം ദക്ഷിണ ധ്രുവം, സൗത്ത് പോളുമായിട്ട് മാറും. അതായത് ഈ ഒരു ആക്സോ ബ്ലേഡ് കാന്തിക സ്വഭാവം നേടിയെടുത്തു. അതിനെയാണ് കാന്തവൽക്കരണം അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിനിടയ്ക്ക് മോള് വന്നോട്ടോ, അതാണ് ഒന്ന് ശ്രദ്ധ പോയത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചല്ലോ എങ്ങനെയാണ് ഒരു ആക്സോ ബ്ലേഡ്. ആ ആക്സോ ബ്ലേഡിൽ നമ്മളൊരു ബാർ മാഗ്നറ്റ് വെച്ചിട്ട് ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെയിം ഡയറക്ഷനിൽ ഉരസുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ആക്സോ ബ്ലേഡ് എന്തായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്? അതൊരു കാന്തമായിട്ട് മാറും. അതിനൊരു മാഗ്നറ്റൈസേഷൻ പവർ അത് കൈവരിച്ചു. ക്ലിയർ ആയോ? ഇനി ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറയാം കേട്ടോ. ഈ പോയിന്റ് നമുക്ക് ഇതിനു മുമ്പ് ഒരു ചോദ്യത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഒരു ബാർ മാഗ്നറ്റിൻ്റെ കേന്ദ്രത്തിലെ കാന്തികത്വം എന്ന് പറയുന്നത് 0ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഈ ചാപ്റ്ററിൽ അങ്ങനെ ഒരു എക്സ്പ്ലനേഷനും ഒന്നുമില്ല. ഇതെനിക്ക് കിട്ടിയൊരു പോയിന്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ഒരു ബാർ മാഗ്നറ്റിൻ്റെ കേന്ദ്രത്തിലെ കാന്തികത്വം 0 ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഒരു ബാർ മാഗ്നറ്റിൻ്റെ കേന്ദ്രത്തിലെ കാന്തികത്വം എന്ന് പറയുന്നത് 0ആണ്. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് പോലെ കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡ്. ചെറിയ ക്ലാസ്സിൽ ഇതുപോലെ ഒരു പിക്ചർ നമ്മൾ കണ്ടിരുന്നു അല്ലേ? +1 +2 സയൻസ് പഠിച്ചവരാണെങ്കിൽ അവരിങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഈ പിക്ചറൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. കാന്തിക മണ്ഡലം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളത്. ഒരു കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന ആ ഒരു മേഖല, അതിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് തന്നിട്ടുള്ളത് എന്താണ്? കാന്തിക ബലരേഖ എന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ കാന്തിക ബലത്തിന്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഈ കാന്തിക ബലരേഖ അല്ലെ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. കാന്തിക ബലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലരേഖ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ? ഇവിടെ ഈ ഒരു പിക്ചറിൽ ഒരു ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഒരു ഡയറക്ഷൻ നമുക്ക് സൂം ചെയ്യാം. ഈ ഒരു പിക്ചറിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കാന്തിക ബലത്തിൻ്റെ സ്വാധീനവും ദിശയും. അപ്പോൾ എത്രത്തോളമാണ് കണ്ടോ? അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന ഏരിയ ആണത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാന്തിക ബലത്തിൻ്റെ ദിശയും അതിൻ്റെ ഒരു സ്വാധീനവും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിത്. ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രേഖയാണ് കാന്തിക ബലരേഖ അല്ലെങ്കിൽ ഫ്ലെക്സ് ലൈൻസ് എന്നൊക്കെ പറയും കേട്ടോ. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ? ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. എന്നുള്ളത് ഓർക്കുക. സ്ഥാനങ്ങളിലായി കോമ്പസ് സൂചി വെച്ച് പ്രവർത്തനം പല പ്രാവശ്യം ആവർത്തിച്ച് ദക്ഷിണ ധ്രുവം വരെ നീളുന്ന കൂടുതൽ കാന്തിക ബലരേഖകൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ഈ പോയിന്റ് നോട്ട് ചെയ്യുക. എന്താണ് പറഞ്ഞത്? കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകളുടെ ദിശ എന്ന് പറയുന്നത് ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. അതായത് ഇതൊരു കാന്തമാണെന്ന് വിചാരിക്കുക. ഇതൊരു കാന്തമാണ്. ഓക്കെ, അപ്പോൾ ഈ കാന്തത്തിന് പുറത്താണെങ്കിൽ കാന്തിക രേഖകളുടെ ദിശ എന്ന് പറയുന്നത് ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. എപ്പോഴും ഈ കാന്തിക രേഖകളുടെ ദിശ എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും. ഓക്കെ, ഇനി എന്താണ് അടുത്ത പോയിന്റ് പറഞ്ഞിട്ടുള്ളത്?
കാന്തത്തിനകത്താണെങ്കിൽ ഈ കാന്തിക ബലരേഖകളുടെ ദിശ എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്കായിരിക്കും. മനസ്സിലായോ? കാന്തത്തിനകത്താണെങ്കിൽ, ഇതല്ലേ കാന്തത്തിനകത്താണെങ്കിൽ ഇതിന്റെ ദിശ എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്കായിരിക്കും. ഈ പോയിന്റ് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. അപ്പോൾ കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകളുടെ ദിശ എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ്. എന്നാൽ ഈ മാഗ്നറ്റിന്റെ അകത്താണെങ്കിൽ അതിന്റെ ദിശ എന്നത് ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് സൗത്ത് പോളിൽ നിന്ന്, ഉള്ളിലല്ലേ, മാഗ്നറ്റിന്റെ ഉള്ളിലാണെങ്കിൽ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കായിരിക്കും അതിന്റെ ദിശ എന്നുള്ളതും ഓർക്കുക. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു ഭാഗം, ഈ കാന്തിക ബലരേഖകളുടെ വിതരണം എല്ലായിടത്തും ഒരുപോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് പോൾസിലാണ് കേട്ടോ. പോൾസിലാണ് ഏറ്റവും കൂടുതൽ, ധ്രുവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. കാന്തിക ബലരേഖകളുടെ വിതരണം എല്ലായിടത്തും ഒരുപോലെയല്ല, പോൾസിൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ലൈൻസിന്റെ 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. എന്താണ് മാഗ്നറ്റിക് ലൈൻസ് അല്ലെ കാന്തിക ബലരേഖ എന്ന് പറയുന്നത്? എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അല്ലേ. കാന്തത്തിന് പുറത്താണെങ്കിൽ എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. അതുപോലെ മാഗ്നറ്റിന് അകത്താണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. ഇനി ഈ 2 ലൈൻസ് തമ്മിൽ ഒരിക്കലും മീറ്റ് ചെയ്യില്ല കേട്ടോ, കൂട്ടിമുട്ടില്ല. ഇവ തമ്മിൽ കൂട്ടിമുട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് എന്താണ്? ധ്രുവങ്ങളിലാണ് ഈ കാന്തിക ബലരേഖകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നൊരു പോയിന്റും കൂടി പറഞ്ഞു. ഇനി അടുത്തൊരു ഹെഡ്, കാന്തിക ഫ്ലെക്സ് സാന്ദ്രത, കാന്തിക ഫ്ലെക്സിന്റെ ഡെൻസിറ്റിയെ കുറിച്ചാണ്. നോക്കി, ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഒരു കാന്തത്തെ ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് തുടർന്ന് ഇതിന്റെ ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും ചുറ്റുമായി വ്യത്യസ്ത സ്ഥാനങ്ങളിൽ കോമ്പസ് സൂചി കൊണ്ടുവരിക. എന്താണ് നിരീക്ഷിക്കുന്ന കുട്ടികളോട് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ കാന്തിക ബലരേഖകളുടെ സാന്നിധ്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഡെൻസിറ്റി, അതിന്റെ സാന്ദ്രത എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. നോക്കിക്കേ, കാന്തത്തിന് ചുറ്റും ഒരു കൂട് പോലെ കാന്തിക ബലരേഖകൾ ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിക്കുക. യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണത്തെയാണ് ആ സ്ഥാനത്തുള്ള കാന്തിക ഫ്ലെക്സിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് ആ സ്ഥാനത്തുള്ള കാന്തിക ഫ്ലെക്സ് സാന്ദ്രത. ഫ്ലെക്സ് സാന്ദ്രത ഏറ്റവും കൂടുതൽ കാന്തത്തിന്റെ ധ്രുവങ്ങളിലായിരിക്കും. ഓക്കെ, ഈ ഫ്ലെക്സ് സാന്ദ്രത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണ് ഉണ്ടാവുന്നത്? കാന്തത്തിന്റെ ധ്രുവങ്ങളിലായിരിക്കും. ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്തത്, ഇവിടെ നമുക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കാന്തിക ബലരേഖകളുടെ പ്രത്യേകതകളെ കാണിക്കുന്ന ചിത്രങ്ങളാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഈ 2 ചിത്രങ്ങളിലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. ആദ്യം നിങ്ങൾ ഈ ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കാം, ഇവിടെ നോർത്ത് പോളാണ്, ഇത് മറ്റൊരു കാന്തത്തിന്റെ നോർത്ത് പോളാണ്. അടുത്തത് രണ്ടാമത്തെ ചിത്രത്തിൽ ഇത് നോർത്ത് പോളാണ്, മറ്റൊരു കാന്തത്തിന്റെ സൗത്ത് പോളാണ്. അപ്പോൾ ഇവിടെ 2 ലൈക്ക് പോൾസ് അടുത്തടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ സാങ്കല്പിക രേഖകളുടെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ അൺലൈക്ക് ആയിട്ടുള്ള പോൾസ് വന്നപ്പോൾ അതിൻ്റെ ആ രേഖകൾ, കാന്തിക ബലരേഖകളുടെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലിയർ ആയോ? പിക്ചർ ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കാം. നോക്കിക്കോളൂ, സെയിം പോൾസ് വന്നപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കണേ. കണ്ടോ, അതിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഇവിടെ എങ്ങനെയാണത് പോകുന്നത്, അതിൻ്റെ ഷേപ്പ് കണ്ടോ, വളഞ്ഞു പോകുന്നത് കണ്ടോ നിങ്ങൾ. ഇനി അടുത്തൊരു ചിത്രം കാണിക്കാം. ഈ ചിത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പറയുന്ന പോയിന്റ്സ് പെട്ടെന്ന് ക്ലിയർ ആവും. മറ്റൊരെണ്ണം, ഇവിടെ ഒരു നോർത്ത് പോള്, ഇവിടെ ഒരു സൗത്ത് പോള് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഈ കാന്തിക ബലരേഖകളുടെ ഡയറക്ഷൻ എങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് നോക്കുക. അവിടുത്തെ ആരോ മാർക്ക് എങ്ങനെയാണെന്ന് നോക്കുക. കണ്ടോ. ഇനി ഈ പോയിന്റ്സിലേക്ക് വരാം. ഇവിടെ എന്താണ് പോയിന്റ്സ്? കാന്തിക ബലരേഖകളുടെ പ്രത്യേകതകളാണ് നമ്മൾ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്തൊക്കെയാണ്? കാന്തിക ബലരേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നില്ല. ഇവിടെ ഈ 2 ചിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ അത് പരസ്പരം മീറ്റ് ചെയ്തത്? എവിടെയെങ്കിലും കണ്ടോ? ഇതാ നോക്കൂ, എവിടെയെങ്കിലും തമ്മിൽ അത് മീറ്റ് ചെയ്തതോ ഖണ്ഡിച്ചു പോകുന്നതായിട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചോ? ഇല്ല. അപ്പോൾ എന്താണ് പോയിന്റ്? കാന്തിക ബലരേഖകൾ പരസ്പരം കട്ട് ചെയ്ത് പോകുന്നില്ല, ഖണ്ഡിക്കുന്നില്ല. ഇനി കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. പോയിന്റ് ഒന്നുകൂടെ വായിക്കാം. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ, ഒരുപോലെയുള്ള ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. കണ്ടോ, ഇവിടെ 2
മാഗ്നറ്റ്, ഈ രണ്ട് മാഗ്നറ്റിൻ്റെയും സജാതീയ ധ്രുവങ്ങൾ, ഒരുപോലെയുള്ള ധ്രുവങ്ങൾ അടുത്തടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ബലരേഖകൾക്കുള്ള വ്യത്യാസം എന്താ ഉണ്ടായത്? എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? അത് വശങ്ങളിലേക്ക് ഇങ്ങനെ വളഞ്ഞു പോവുകയാണ് ചെയ്തത് അല്ലേ? കണ്ടോ? ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖകൾ എന്ത് ചെയ്യും? വശങ്ങളിലേക്ക് വളഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങൾ, അതായത് നോർത്ത് പോളും സൗത്ത് പോളും, അങ്ങനെ കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ, രണ്ട് കാന്തങ്ങളുടെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസ് അടുത്ത് വരുമ്പോൾ ബലരേഖകളുടെ പാത ഒന്നിൻ്റെ ഉത്തരധ്രുവത്തിൽ നിന്ന് അടുത്തതിൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. നോക്കിക്കോളൂ, രണ്ടാമത്തെ ചിത്രം നോക്കുക. ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളുമാണ് അടുത്ത് വന്നിരിക്കുന്നത്. അതായത് കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങളാണ് അടുത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ബലരേഖകളുടെ പാത ഒന്നിൻ്റെ ഉത്തരധ്രുവത്തിൽ നിന്ന്, ഉത്തരധ്രുവം മീൻസ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും പോകുന്നത്. കണ്ടോ? അതിൻ്റെ ഒരു ആരോ മാർക്ക് കണ്ടോ എങ്ങനെയാണെന്നുള്ളത്? ഓക്കെ. അപ്പോൾ കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖകളുടെ പാത ഒന്നിൻ്റെ ഉത്തരധ്രുവത്തിൽ നിന്ന് അടുത്തതിൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ തന്നിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. ഒരു കാന്തത്തിന് അതിൻ്റെ ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റാണ്. അപ്പോൾ ഈ കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന മേഖലയാണ് അതിൻ്റെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഏരിയയിലോട്ട് പോവാം. ഇവിടെ കാന്തിക പ്രേരണം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കാം. കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസത്തെയാണ് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് പവർ, കേട്ടോ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ. എന്താണ്? കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസത്തെയാണ് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. ഈ കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ പ്രേരിത കാന്തശക്തി, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിക്കോളൂ. ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ബാർ മാഗ്നറ്റ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അതിലേക്ക് മുട്ടുസൂചികൾ ഇങ്ങനെ കണ്ടോ, ഒരു മാല പോലെ കോർത്തിടുകയാണ്. കണ്ടോ? കൂടുതൽ മുട്ടുസൂചികൾ ഇങ്ങനെ തൂക്കിയിടാനായിട്ട് പറ്റും അല്ലേ? കൂടുതൽ മുട്ടുസൂചികൾ ഇപ്രകാരം തൂക്കിയിടാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കണേ. ഈ ചിത്രത്തിൽ ഈ മുട്ടുസൂചികൾ എന്താണ്? ബാർ മാഗ്നറ്റിൽ ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ പിടിച്ചിരിക്കുന്ന ഈ ഒരു മുട്ടുസൂചിയെ താഴെയായിട്ട് മറ്റൊരെണ്ണം കൂടിയുണ്ട് അല്ലേ? പക്ഷെ ആദ്യത്തെ കേസിൽ ആദ്യത്തെ മുട്ടുസൂചി ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതിന് താഴെ രണ്ടെണ്ണം ഉണ്ട്. കണ്ടോ? രണ്ടാമത്തെ ചിത്രത്തിൽ അതിൻ്റെ തൊട്ടടുത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. കണ്ടോ? തൊട്ടടുത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് താഴെയായി മറ്റൊരു മുട്ടുസൂചി കൂടിയുണ്ട്. ഇവിടെ ഈ ഒരു ബാർ മാഗ്നറ്റിന്റെ സാന്നിധ്യം മൂലം കാന്തിക വസ്തുക്കളായിട്ടുള്ള മുട്ടുസൂചികൾക്ക് കാന്തശക്തി ലഭിച്ചു അല്ലെ? അങ്ങനെ ലഭിക്കുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ബാർ മാഗ്നറ്റിനോട് ടച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സമ്പർക്കം ഇവിടെ കൂടുതലാണ് അല്ലെ? സമ്പർക്കം കൂടുതലായിട്ട് മാറുമ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ മുട്ടുസൂചി ഇവിടെ എന്തായി? ഒരു കാന്തമായിട്ട് മാറുകയാണ് അല്ലെ? ഇവിടെ കാന്തമായിട്ട് മാറി. അപ്പോൾ സൗത്ത് നോർത്ത് എന്ന രീതിയിൽ ഇരിക്കുന്ന ബാർ മാഗ്നറ്റ്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസ് ആയിരിക്കും ഇവിടെ അട്രാക്ട് ചെയ്യുക. അപ്പൊ ഈ മുട്ടുസൂചിക്ക് ഇവിടെ സൗത്ത് ആണെങ്കിൽ അതിന് തൊട്ട് താഴെ നോർത്ത് ആയിരിക്കും, ആണല്ലോ. അപ്പൊ ഈ തൊട്ട് താഴത്തെ മുട്ടുസൂചിയുടെ ഏത് അഗ്രമാണ് ഈ മുകളിൽ വന്നിട്ടുണ്ടാവുക? സൗത്ത് പോളാണ്, ആണല്ലോ. ഇനി തൊട്ട് താഴെയാണെങ്കിൽ നോർത്ത് പോളാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അടുത്തൊരു മുട്ടുസൂചി ആണെങ്കിലോ ഇവിടെ നോർത്ത് പോള് വന്നതുകൊണ്ട് അടുത്ത മുട്ടുസൂചിയുടെ സൗത്ത് പോളായിരിക്കും ഇത്. അപ്പൊ ഇതൊരു കാന്തമായിട്ട് മൊത്തത്തിൽ പ്രവർത്തിക്കുകയാണ്, ആണല്ലോ. ഒറിജിനൽ ആയിട്ടുള്ള കാന്തത്തിൽ നിന്ന് സമ്പർക്കം മുഖേന ഈ കാന്തിക വസ്തുക്കൾക്ക് എന്ത് കിട്ടി? പ്രേരണ മൂലം ഒരു കാന്തിക സ്വഭാവം കൈവരിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്? ഇത് ടച്ച് ചെയ്തിട്ടില്ല, സമ്പർക്കം ഇവിടെ വന്നിട്ടില്ല. അപ്പൊ സമ്പർക്കം ഇല്ലാതെയും അതിനെന്ത് കിട്ടി? ഒരു കാന്തിക സ്വഭാവം കൈവന്നു. പക്ഷെ അതെന്താണ്? വീക്കായിട്ടുള്ള ഒരു ഫോഴ്സാണ്.
അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്ക് വരാം. കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസത്തെയാണ് കാന്തിക പ്രേരണം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ പ്രേരിത കാന്തശക്തി എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഈ കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസത്തെ കാന്തിക പ്രേരണമെന്നും ഈ കാന്തിക വസ്തുവിന് ലഭിക്കുന്ന, ഇപ്പൊ ഈ കാന്തിക വസ്തു എന്ന് പറയുന്നത് ഇവിടുത്തെ 2 മൊട്ട് സൂചികളാണ്, ഈ കാന്തിക വസ്തുക്കൾക്ക് ലഭിച്ചിട്ടുള്ള കാന്തശക്തിയാണ് പ്രേരിത കാന്തശക്തി എന്ന് പറയുന്നത്. പ്രേരിത കാന്തശക്തിയാണ് മുട്ടുസൂചിക്ക് ലഭിച്ചത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് സമ്പർക്കം മുഖേന ആയാലും സമ്പർക്ക രഹിതമായാലും പ്രേരണം മൂലമുണ്ടാവുന്ന കാന്തത്തിന്റെ ധ്രുവത അകന്ന അഗ്രത്ത് അതേ ധ്രുവവും അടുത്തുള്ള അഗ്രത്ത് വിപരീത ധ്രുവവുമായിരിക്കും. മനസ്സിലായോ എന്താന്ന്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഓക്കെ, ഈ ഒരു ബാർ മാഗ്നറ്റിന്റെ ഏത് ഡയറക്ഷനാണ് നമ്മൾ ഇവിടെ കൊടുത്തത്? മുകളിൽ സൗത്തും ഇത് നോർത്തും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ വെക്കുന്ന മൊട്ടുസൂചി ഇതൊരു മൊട്ടുസൂചിയാണെന്ന് കൺസിഡർ ചെയ്യുക. ഈ മൊട്ടുസൂചിയുടെ സൗത്ത് പോളായിരിക്കും ഇവിടെ, അതിന്റെ നോർത്ത് പോളായിരിക്കും താഴെ. അതായത് അൺലൈക്ക് ആയിട്ടുള്ള പോൾസ് മാത്രമേ അട്രാക്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ബാർ മാഗ്നറ്റിന്റെ നോർത്താണ് അടിയിലെങ്കിൽ നമ്മൾ ഈ തൂക്കിയിട്ടിട്ടുള്ള മൊട്ടുസൂചിയുടെ സൗത്ത് പോളായിരിക്കണം മുകളിൽ വരുന്നത്. എന്നാൽ മാത്രമേ അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അടുത്തൊരു മൊട്ടുസൂചി ഇവിടെ വെക്കുകയാണെങ്കിൽ ഇതിന്റെ ഏത് പോളായിരിക്കും മുകളിൽ വരിക? സൗത്ത് പോളായിരിക്കും. അല്ലെ? ഓൾറെഡി ഇവിടെ നോർത്ത് പോളാണുള്ളത്. അപ്പൊ ഇനി സൗത്ത് പോൾ മുകളിൽ വരണം, ഇതിന്റെ നോർത്ത് പോൾ താഴെയും വരണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ സമ്പർക്കം മുഖേനയായാലും സമ്പർക്ക രഹിതമായാലും പ്രേരണം മൂലമുണ്ടാവുന്ന കാന്തത്തിന്റെ ധ്രുവത അകന്ന അഗ്രത്ത് അതേ ധ്രുവവും. അതായത് ഇപ്പോൾ ഈ ഒരു മാഗ്നറ്റ്, ഈ മാഗ്നറ്റിന്റെ നമ്മുടെ ബാർ മാഗ്നറ്റ്, ഈ ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഇവിടെയാണ്, നോർത്ത് പോൾ ഇവിടെയാണ്. ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞത്? ഇനിയും കാന്തത്തിന്റെ ധ്രുവത അകന്ന അഗ്രത്ത് അതേ ധ്രുവം. ഇതിന്റെ അകന്ന അഗ്രം എന്ന് പറയുമ്പോൾ ഇതാണ് മൊട്ടുസൂചി. ആദ്യത്തെ മൊട്ടുസൂചി എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ നോർത്ത് പോള് അകന്നല്ലേ ഇരിക്കുന്നത്. കാന്തത്തിന്റെ ധ്രുവത അകന്ന അഗ്രത്ത് അതേ ഡയറക്ഷനാണ്. അകന്ന അഗ്രത്ത് ഒന്നുകൂടി വരച്ച് കാണിക്കാം, കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇത് ബാർ മാഗ്നറ്റ് ആണ്. ഈ ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഇതാണ്, നോർത്ത് പോൾ ഇതാണ്. ഇത്രയും ക്ലിയർ ആയി. ഇനി ഇവിടെ നമ്മളൊരു മൊട്ടുസൂചി വെച്ചു. മൊട്ടുസൂചിയുടെ സൗത്ത് പോളായിരിക്കും ഇവിടെ വരിക, നോർത്ത് പോളായിരിക്കും ഇവിടെ വരിക. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ കാന്തത്തിന്റെ ധ്രുവത എന്ന് ഉദ്ദേശിച്ചത്, കാന്തത്തിന്റെ ഇവിടുത്തെ ധ്രുവത അകന്ന അഗ്രത്ത്, ഇതിൽ നിന്ന് അകന്നിരിക്കുന്ന അഗ്രം ഇത് നോർത്ത്, അകന്ന അഗ്രത്ത് അതേ ധ്രുവമാണ്. ആണല്ലോ? ബാർ മാഗ്നറ്റിൽ നിന്ന് അകന്ന അഗ്രത്ത് അതേ ധ്രുവമാണ്, 2 നോർത്താണ്. അതുപോലെ തന്നെ അടുത്തടുത്ത അഗ്രത്തിലാണെങ്കിലോ അടുത്തടുത്ത അഗ്രത്ത് വിപരീത ധ്രുവവും ആയിരിക്കും. അടുത്തടുത്ത അഗ്രത്ത് വിപരീത ധ്രുവവുമായിരിക്കും. എന്നാൽ മാത്രമാണത് അട്രാക്ഷൻ നടക്കുള്ളൂ. കാന്തിക പ്രേരണം പച്ചിരുമ്പിലും ഉരുക്കിലും, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ സോഫ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ. ഈ എക്സ്പെരിമെന്റ് ഒന്ന് നോക്കാം. ഒരു ബാർ കാന്തത്തിന്റെ ഏതെങ്കിലും ഒരു ധ്രുവത്തിൽ പച്ചിരുമ്പ് കഷ്ണം വെക്കുക. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തൂക്കിയിട്ട ഒരു ബാർ മാഗ്നറ്റിന്റെ ഒരു ധ്രുവത്തിൽ ഒരു പച്ചിരുമ്പ് കഷ്ണം, ഒരു സോഫ്റ്റ് അയണിന്റെ പീസ് വെക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ സ്വതന്ത്ര അഗ്രം, ഈ ഒരു ഭാഗം, ഇതിന്റെ ഈ സ്വതന്ത്ര അഗ്രം എന്ത് ചെയ്യുക? കൂട്ടിയിട്ട മൊട്ടുസൂചികളിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടിയിട്ട മൊട്ടുസൂചികളിലേക്ക് താഴ്ത്തുകയാണെങ്കിൽ ഇവിടെ കുറേ എന്ത് ചെയ്യും? മൊട്ടുസൂചികൾ ആകർഷിക്കും. അല്ലേ? ഈ ഒരു ഭാഗത്തേക്ക് കുറേ മൊട്ടുസൂചികൾ ആകർഷിക്കും. തീർച്ചയായിട്ടും ഇതൊരു ഇരുമ്പിന്റെ പീസ് ആയതുകൊണ്ട് ഒരുപാട് മൊട്ടുസൂചികൾ ഈ ഒരു ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഇനി ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബാർ മാഗ്നറ്റിൽ നിന്ന് ഈ സോഫ്റ്റ് അയണിന്റെ പീസ് എടുത്തു മാറ്റുകയാണ്. അങ്ങനെ എടുത്തു മാറ്റുമ്പോൾ ഈ ആകർഷിച്ച മൊട്ടുസൂചികൾക്ക് എന്ത് സംഭവിക്കും? അത് താഴെ വീണ് പോകും. സ്വാഭാവികമായിട്ടും താഴെ വീണ് പോകും. ഇനിയും ഈ സെയിം എക്സ്പെരിമെന്റ് നമ്മൾ മറ്റൊരു, അതായത് സ്റ്റീലിന്റെ പീസ്, ഓക്കെ, ഒരു ഉരുക്കിന്റെ കഷ്ണം വെച്ച് ആവർത്തിക്കുകയാണ്. ഇരുമ്പിന്റെ പീസിന് പകരം നമ്മളൊരു സ്റ്റീലിന്റെ പീസ് ഇവിടെ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീലിന്റെ പീസ് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മൊട്ടുസൂചികളിലേക്ക്, കൂട്ടിയിട്ട മൊട്ടുസൂചികളിലേക്ക് കാണിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെയും മൊട്ടുസൂചികൾ ആകർഷിക്കും. പക്ഷേ ഇരുമ്പിന്റെ പീസ് കാണിച്ചപ്പോൾ ആകർഷിച്ച അത്രയും എണ്ണം മൊട്ടുസൂചികൾ ഇവിടെ ആകർഷിക്കപ്പെടില്ല. എന്നിട്ട് സെയിം കാര്യം തന്നെ ബാർ മാഗ്നറ്റിൽ നിന്ന് ഈ സ്റ്റീലിന്റെ പീസും മൊട്ടുസൂചികൾ അടങ്ങുന്ന ഭാഗം ഇങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് അവിടെ നിരീക്ഷിക്കാൻ പറ്റുന്നത്? ഈ ഒരു പീസിൽ ഈ മൊട്ടുസൂചികൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അത് കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ താഴെ വീഴുകയുള്ളൂ. ഓക്കെ, പക്ഷേ സോഫ്റ്റ് അയണിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? അതുകൊണ്ട് എടുത്ത് മാറ്റിയ ഉടനെ തന്നെ അതിൽ ആകർഷിച്ച മൊട്ടുസൂചികൾ താഴെ വീണ് പോയി. സ്റ്റീലിന്റെ കേസിൽ അങ്ങനെയല്ല, അത് കുറച്ചും കൂടി സമയം അവിടെ റിട്ടൈൻ ചെയ്യും. ഓക്കെ,
അപ്പോൾ സ്റ്റീലിനാണ് റീറ്റെയിനിങ് കപ്പാസിറ്റി കൂടുതൽ. എന്ത് റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി? കാന്തിക പ്രേരണ ലഭിച്ചു അല്ലെ, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് പവർ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റീലിന്റെ പീസിന്. അപ്പോൾ ആ ലഭിച്ചിട്ടുള്ള കാന്തിക പ്രേരണത്തെ കുറച്ച് സമയം റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ ഈ സ്റ്റീലിന്റെ പീസിനാണ്, ഉരുക്കിനാണ്. അതായത് റീറ്റെൻറ്റിവിറ്റി കൂടുതൽ ആർക്കാണ്? ഉരുക്കിനാണ്. ക്ലിയർ ആയോ? എന്താണ് റീറ്റെൻറ്റിവിറ്റി എന്ന്? ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനെയാണ് റീറ്റെൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഉരുക്കിന് റീറ്റെൻറ്റിവിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് മുട്ടുസൂചികൾ കുറച്ചുകൂടി സമയം ഈ ഒരു പീസിൽ ഒട്ടിപ്പിടിച്ച് ആകർഷിച്ചിരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറഞ്ഞു പച്ചിരുമ്പിൻ്റെ പീസ് വെച്ചപ്പോഴായിരുന്നു കൂടുതൽ മുട്ടുസൂചികൾ അതിൽ ആകർഷിച്ചു നിന്നതെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ് അയണിൻ്റെ പീസിനാണ് വശകത കൂടുതൽ. എന്ന് വെച്ചാൽ എന്താണ് വശകത എന്ന് പറയുന്നത്? വശകത എന്നാൽ ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് വശകത എന്ന് പറയുന്നത്. ഓക്കെ, ആകർഷിക്കാനുള്ള കഴിവ്, അതിനെയാണ് വശകത എന്ന് പറയുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശകത. അപ്പോൾ ഇങ്ങനെ ലഭിച്ച കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവാണ് റീറ്റെൻറ്റിവിറ്റി. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വശകതയും പറഞ്ഞു, മറ്റൊന്ന് റീറ്റെൻറ്റിവിറ്റിയും പറഞ്ഞു. ഓക്കെ, ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ്, റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവാണ് റീറ്റെൻറ്റിവിറ്റി. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ എക്സ്പെരിമെന്റിൽ വശകത കൂടുതൽ ആർക്കായിരുന്നു? സോഫ്റ്റ് അയണിനാണ് അല്ലേ, പച്ചിരുമ്പിനാണ് വശകത കൂടുതൽ. അതുപോലെ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ആർക്കായിരുന്നു? സ്റ്റീലിനായിരുന്നു, ഉരുക്കിനായിരുന്നു. ക്ലിയർ ആയോ? നമുക്ക് പച്ചിരുമ്പും ഉരുക്കും തമ്മിൽ ഒരു കമ്പാരിസൺ ആയിട്ട് തന്നിരിക്കുകയാണ്. ഓക്കെ, പച്ചിരുമ്പാണെങ്കിൽ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് റീറ്റെൻറ്റിവിറ്റി വളരെ കുറവാണ്. പക്ഷെ ഉരുക്കിന്റെ കേസിൽ എന്താണ്? ഉരുക്കിന്റെ കേസിൽ റീറ്റെൻറ്റിവിറ്റി കൂടുതലാണ്. റീറ്റെൻറ്റിവിറ്റി കൂടുതൽ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, ഉരുക്കിന്റെ കേസിൽ തന്നിരിക്കുന്നത് എന്താണ്? കാന്തിക പ്രേരണത്തിന് എളുപ്പം വഴങ്ങുന്നില്ല, അതായത് വശകത വളരെ കുറവാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? കാന്തിക പ്രേരണത്തിന് എളുപ്പം വഴങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ വശകത കൂടുതലുമാണ്. പച്ചിരുമ്പിന് വശകത കൂടുതലാണ്. വശകത കൂടുതൽ. ഓക്കെ, വശകത കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് പെർമിയബിലിറ്റിയെ കുറിച്ച് നോക്കാം. പെർമിയബിലിറ്റി എന്താണ്? പെർമിയബിലിറ്റി എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട് നമുക്ക് പെർമിയബിലിറ്റി എന്താന്നുള്ളതിന്. നോക്കിക്കോളൂ. കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. കാന്തിക വസ്തുക്കളെ ഉള്ളിലേക്ക് പെർമിറ്റ് ചെയ്യാനുള്ള വസ്തുക്കളുടെ കഴിവ്, അതിനെയാണ് എന്ത് പറയുന്നത്? പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ മാത്രം നോക്കിയിരുന്നാൽ മതി. അപ്പോൾ പെർമിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഇരുമ്പിനാണ്. പെർമിയബിലിറ്റി ഏറ്റവും കൂടുതൽ ഇരുമ്പിനാണ് പെർമിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ ഇരുമ്പ് മാത്രമല്ല, പിന്നെ അൽനിക്കോ പിന്നെ കൊബാൾട്ട്, ഇതിനൊക്കെ എന്താണ്? പെർമിയബിലിറ്റി കൂടുതലാണ്. ഓക്കെ, പെർമിയബിലിറ്റി കൂടുതലാണ്. ഇപ്പൊ പെർമിയബിലിറ്റി കുറവ് എന്തായിരിക്കും? അകാന്തിക വസ്തുക്കളായിട്ടുള്ള ഗ്ലാസ്, പിന്നെ അങ്ങനെയുള്ള വുഡ്, അങ്ങനെയുള്ളതിനൊക്കെ പെർമിയബിലിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, അലുമിനിയത്തിന് പെർമിയബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, ഇനി അടുത്തത് വൈദ്യുത കാന്തം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. വൈദ്യുത കാന്തം ഇത് നമ്മൾ ഓൾറെഡി ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. ഇരുമ്പാണിയിൽ കവചിത ചെമ്പ് കമ്പി ഉപയോഗിച്ച് ഏതാനും ചുറ്റുകൾ ഉണ്ടാക്കുക, എന്നിട്ട് കമ്പിയുടെ അഗ്രങ്ങൾ ഒരു സെല്ലുമായി ബന്ധിപ്പിക്കുക, എന്നിട്ട് ഈ ആണിയുടെ സമീപം കുറെ മുട്ടുസൂചികൾ കൊണ്ടുവരിക, മുട്ടുസൂചികളിലേക്ക് ആകർഷിക്കും. അപ്പോ പച്ചിരുമ്പിൽ ചുറ്റിയ കവചിത ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിട്ട് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പച്ചിരുമ്പിൽ ചുറ്റിയ കവചിത ചെമ്പ് കമ്പികളുടെ ഇടയിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ട് സെല്ലുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ വൈദ്യുതി കടത്തിവിട്ടിട്ട് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇപ്രകാരം നമ്മൾ നിർമ്മിക്കുന്ന വൈദ്യുത കാന്തങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? ഒന്ന്, കമ്പിച്ചുരുളുകളുടെ എണ്ണം, അതുപോലെ സെല്ലിൽ നിന്ന് വരുന്ന വൈദ്യുതിയുടെ അളവ്. തേർഡ് പോയിന്റ്, കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിന്റെ ഛേദതല വിസ്തീർണം എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, വൈദ്യുത കാന്തങ്ങളുടെ കാന്തശക്തി എന്ന് പറയുന്നത് കമ്പിച്ചുരുളുകളുടെ എണ്ണം, വൈദ്യുതിയുടെ അളവ്,
കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിന്റെ ഛേദതല വിസ്തീർണം എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഇനി നമുക്കറിയുന്ന കാര്യമാണ്, വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലിക കാന്തങ്ങളാണ്. അതായത് വൈദ്യുത പ്രവാഹം നിലച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, അതിനുള്ളിൽ വെച്ചിട്ടുള്ള കോറായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പച്ചിരുമ്പിന്റെ ശക്തി നഷ്ടപ്പെടും. ഇവിടെ കോറായി വെച്ചിരിക്കുന്ന എന്താണ്, ഈ ഒരു ആണിയാണ്. അപ്പൊ ഈ ഒരു വൈദ്യുതി നിലച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ആണിയുടെ കാന്തിക സ്വഭാവം നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ വൈദ്യുത കാന്തങ്ങളെല്ലാം താൽക്കാലിക കാന്തങ്ങളാണ്. വൈദ്യുതി പ്രവാഹം നിലച്ചാൽ ഇതിൽ കോറായി വെച്ചിരിക്കുന്ന പച്ചിരുമ്പിന്റെ കാന്തശക്തി നഷ്ടപ്പെടും. പക്ഷെ സ്റ്റീലാണ് നമ്മൾ ഇതിന്റെ ഇടയിൽ വെക്കുന്നതെങ്കിലോ, സ്റ്റീല് ഇപ്പൊ ഈ ആണിക്ക് പകരം ഈ ഇരുമ്പാണിക്ക് പകരം നമ്മൾ ഇവിടെ ഒരു സ്റ്റീലിന്റെ ആണിയാണ് വെക്കുന്നതെങ്കിലോ, സ്റ്റീൽ ഉപയോഗിച്ചാൽ കാന്തശക്തി അങ്ങനെ നഷ്ടപ്പെടില്ല അല്ലെ. കുറച്ചു നേരം കൂടി അതിനെന്ത് ചെയ്യാൻ പറ്റും, റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പച്ചിരുമ്പിന് പകരം ഇരുമ്പാണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈദ്യുത പ്രവാഹം നിലയ്ക്കുമ്പോൾ ഈ ഉരുക്കാണിയുടെ കാന്തശക്തി നഷ്ടപ്പെടുവോ? ഇല്ല. അപ്പൊ അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് സമയം കൂടി നമുക്കത് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ. ഇനി നമുക്ക് കാന്തവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ട ഒരു ലെസൺ എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ലെസൺ വൈദ്യുത കാന്തിക ഫലം ഓൾഡ് CRT ആണ് കേട്ടോ. ഇപ്പൊ നമുക്ക് 10th സ്റ്റാൻഡേർഡിന്റെ പാർട്ട് 1 മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്നും ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററുമായി ഈ ഒരു കാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ഒന്നും ഇല്ല. ഇനി സെക്കൻഡ് എഡിഷൻ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് നവംബർ മാസങ്ങളിലായിട്ടാണ് വരിക. അപ്പോഴായിരിക്കും നമുക്ക് ഒക്ടോബറിൽ വരും. ഓക്കെ, അപ്പോഴേക്ക് നമുക്ക് നോക്കിയിട്ട് അഡീഷണൽ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. അപ്പൊ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് പ്രത്യേകം പറയുക. കൂടാതെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർ മടി കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മളിത് റിവിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ റിവിഷന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലിലേക്ക് ജോയിൻ ചെയ്യണം. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ കിടപ്പുണ്ട്. അത് കൂടാതെ തന്നെ ഇൻ കേസ് ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് എക്സാം വോയേജ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി നമ്മൾ നന്നായിട്ട് പഠിക്കണ്ടേ. ഓക്കെ, അപ്പോൾ PSC പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ആൾക്കാണെങ്കിലും നമ്മുടെ SCRT സീരീസ് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു SCRT സീരീസ് പോകുന്നത്. ഈ ഒരു ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വിസ്, പോള്, വീക്ക്ലി എക്സാംസ് എല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ആവാത്തവർ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ലിങ്ക് വർക്കായില്ലെങ്കിൽ എക്സാം വോയേജ് എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയുക. അഭിപ്രായങ്ങളെല്ലാം പരിഗണിക്കുന്നത് തന്നെയാണ് കേട്ടോ. താങ്ക് യു ഓൾ.